ഹായ് ഫ്രണ്ട്സ്, ലേൺ വിത്ത് ജിയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 1ൻ്റെ 2ാം ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് നീലം കർഷക സമരം വരെയായിരുന്നു. നമുക്ക് ബാക്കി നോക്കാം. സാന്താൾ കലാപം. 18ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്രജന വിഭാഗമാണിവർ. ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു നടന്നിരുന്നത്. ഭൂമിയുമായുള്ള ഗോത്രജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്രജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി. സാന്താൾ കലാപം നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1855. നേതൃത്വം നൽകിയവർ സിദ്ധുവും ഖാനുവുമാണ്. അടുത്ത സമരം നോക്കാം. സാന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്രജനതയുടെ കലാപങ്ങൾ ഉണ്ടായി. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ. ഇത് മുണ്ട കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഉൽഗുലാൻ എന്നാൽ എന്താണ്? മുണ്ട കലാപമാണ്. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്രവിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പം ഉൽഗുലാൻ അഥവാ മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബിർസ മുണ്ടയാണ്. ഈ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും, പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. ഇവ രണ്ടെണ്ണമാണ് എന്തിൻ്റെ കാരണം? മുണ്ട കലാപത്തിന് കാരണമായി തീർന്നത്. 1899 മുണ്ട ഗോത്രവിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്രവിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. അപ്പോൾ മുണ്ട കലാപം പരാജയപ്പെട്ടു. നടന്ന വർഷം 1899 മുണ്ട കലാപം നടന്നത്. കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം, ഖാസി കലാപം തുടങ്ങിയവ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില ഗോത്രവർഗ കലാപങ്ങളാണ്. അപ്പം ഗോത്രവർഗ കലാപങ്ങളാണ് നമ്മൾ നേരത്തെ പഠിച്ച സാന്താൾ കലാപം, മുണ്ട കലാപം, ഇനി കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം, ഖാസി കലാപം. ഇവയൊക്കെ എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളാണ്. ഇനി ബിർസ മുണ്ടയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ട് നോക്കാം. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ്, ഗോത്രാഭിമാന ദിവസ് ആയി 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു. അതായത് നവംബർ 15 എന്തായിട്ടാണ് 2021 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു തുടങ്ങിയത്? ജൻജാതീയ ഗൗരവ് ദിവസമായിട്ടാണ്, അഥവാ ഗോത്രാഭിമാന ദിവസമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ആര്? ബിർസ മുണ്ട. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഛായാചിത്രം സ്ഥാപിച്ചിട്ടുണ്ട് ബിർസ മുണ്ടയുടെ. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലെ ഗാന്ധി. അപ്പം ബിർസ മുണ്ടയെ കഥാപാത്രമാക്കിക്കൊണ്ട് നമ്മുടെ ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണെന്ത്? ഗാന്ധി സേ പഹലെ ഗാന്ധി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. അപ്പം മഹാശ്വേതാദേവി ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച കൃതിയാണിത്, ആരണ്യർ അധികാർ. അപ്പം 2 കൃതികളാണ് ബിർസ മുണ്ടയെക്കുറിച്ചുള്ളത്. ഒന്ന് ആരണ്യർ അധികാറും, 2 എന്താണ്? ഇക്ബാൽ ദുറാനി രചിച്ച ഗാന്ധി സേ പഹലെ ഗാന്ധി. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തത് പോരാട്ടത്തിൻ്റെ ഗർജനം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ
പോളിഗർമാരെയും ബാധിച്ചു. അപ്പം തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരാണ് ആര്? പോളിഗർ. പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അപ്പോൾ പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് എങ്ങനെയാണ്? പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്കു വഹിച്ചവരായിരുന്നു. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമുണ്ടായിരുന്ന കട്ടബൊമ്മനുണ്ടായിരുന്നു. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗരുടെ ചുമതലയായിരുന്നു. പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. അപ്പം എന്താണ് പോളിഗർ? പോളിഗർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ സൈന്യത്തിലെ പട്ടാളക്കാരാണ് ആര്? ഈ പോളിഗർ എന്ന് അറിയപ്പെടുന്നത്. അതിലെ പ്രധാനികളായിരുന്നു നമ്മുടെ വീരപാണ്ഡ്യ കട്ടബൊമ്മനും അതുപോലെ ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും. അപ്പോൾ വീരപാണ്ഡ്യ കട്ടബൊമ്മനും മരുതുപാണ്ഡ്യ സഹോദരന്മാരും എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അവർ നികുതി വർദ്ധിപ്പിക്കുന്നതിനെതിരെയും ജനങ്ങൾക്ക് അനുകൂലമായിട്ടും എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ച സമരനായകന്മാരാണ് ആരൊക്കെ? വീരപാണ്ഡ്യ കട്ടബൊമ്മനും മരുതുപാണ്ഡ്യ സഹോദരന്മാരും. അടുത്തത് വെല്ലൂർ കലാപം നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപമാണ് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സൈനിക കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിൻ്റെ പ്രധാന കാരണം. അപ്പോൾ വെല്ലൂർ കലാപത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിൻ്റെ പ്രധാന കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. അപ്പോൾ വെല്ലൂർ കലാപം നടന്നത് തമിഴ്നാട്ടിലാണ്. വർഷം പഠിച്ചു വെക്കണം. 1806 വെല്ലൂർ കലാപം നടന്നത്. അടുത്തത് ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു 1721 ആറ്റിങ്ങൽ കലാപം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു 1721 ആറ്റിങ്ങൽ കലാപം. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചു. ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിൻ്റെ നേതൃത്വത്തിലുള്ള 140 ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. അപ്പം 140 ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നു.
ഈ സംഘത്തെ വർഗവർണ്ണ ജാതിമത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ച് വധിച്ചു. മാത്രമല്ല 5 തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭമെന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യമർഹിക്കുന്നു. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ സംഘടിത കലാപമാണ്. അടുത്തത് സ്ത്രീ മുന്നേറ്റം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. അപ്പോൾ കിട്ടൂർ എവിടെയാണ്? കർണാടകയിലാണ്. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി. ഇപ്പൊ കിട്ടൂരിന്റെ ഭരണാധികാരി ആരായിരുന്നു? ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു. അപ്പോൾ റാണി ചെന്നമ്മ മരണപ്പെട്ടത് 1829 ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചുകുലുക്കിയ കൊടുങ്കാറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. 1857 കലാപത്തെയാണ്. 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിന്റെ ധീരതയെക്കുറിച്ചുള്ള വാക്കുകളാണ് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങളായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഓരോ സ്ഥലത്തും ഓരോരോ കലാപങ്ങളായിരുന്നു നടന്നിരുന്നത്. അത്തരം പോരാട്ടങ്ങളെ എല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലാളികൾ, നാട്ടുരാജാക്കന്മാർ, സൈന്യക്കാർ, ഭൂപ്രഭുക്കൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഇത്. വിവിധ ജനവിഭാഗങ്ങളിലെ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കാം? അവർ ബ്രിട്ടീഷുകാരിൽ നിന്ന് അനുഭവിച്ച ക്രൂരതകളാണ് അവരെ ഈ സമരത്തിലേക്ക് നയിച്ചത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. ഇത്തരത്തിലുള്ള 2 ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു. ഒന്ന് എന്താണ്? സൈനിക സഹായ വ്യവസ്ഥ. 2 ദത്തവകാശ നിരോധന നിയമമാണ്. നമുക്ക് സൈനിക സഹായ വ്യവസ്ഥ നോക്കാം. സബ്സിഡിയറി അലയൻസ് പോളിസി. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറലായിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭു ആണ്. ഇത് പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾക്ക് ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു. ഏതൊക്കെ വ്യവസ്ഥകളാണെന്ന് നോക്കാം. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. കമ്പനിയുടെ സൈനിക വിഭാഗത്തിലുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. അതുപോലെ തന്നെ എന്താണ്? സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും ഏത് രാജാവാണോ സഖ്യത്തിൽ ഏർപ്പെടുന്ന ആ രാജാവ് വഹിക്കണമായിരുന്നു. കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. കമ്പനിയുടെ അനുവാദം വേണം. വേറെ ഏതെങ്കിലും സഖ്യവുമായി നമ്മൾ സഖ്യമുണ്ടാക്കുകയാണെങ്കിൽ കമ്പനിയുടെ അനുമതി വേണമായിരുന്നു. ഇനി ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല. ഇനി സഖ്യരാജാവിന് എന്തെങ്കിലും നടപടി നടപ്പിലാക്കണമെങ്കിൽ ആരുമായി കൂടിയാലോചിക്കണമായിരുന്നു? ബ്രിട്ടീഷ് ജനറലുമായി എന്ത് ചെയ്യണം? കൂടിയാലോചിക്കണം.
സഖ്യരാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം. എന്ത് ചെയ്യണം? ഏത് രാജ്യമാണോ സഖ്യമുണ്ടാക്കുന്നത് ബ്രിട്ടീഷുകാരുമായി, ആ രാജ്യത്തിൽ എന്ത് ചെയ്യണം? ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണമായിരുന്നു. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യും? പിടിച്ചെടുക്കും. ഇതാണ് സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്നത്, അതായത് സൈനിക സഹായ വ്യവസ്ഥ. 1857 കലാപത്തിലേക്ക് നയിച്ച ഒന്നാമത്തെ കാരണമാണ് സൈനിക സഹായ വ്യവസ്ഥ. രണ്ടാമത്തെ കാരണം നമുക്ക് നോക്കാം. ദത്തവകാശ നിരോധന നിയമം. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ച അവകാശികളായി ആൺമക്കളില്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്നും ഒരാൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിൻ്റെ അധികാരം ഇല്ലാതെയായി. അപ്പം ദത്തവകാശ നിരോധന നിയമം ഏർപ്പെടുത്തിയത് ആരാണ്? ഡൽഹൌസിയാണ്. അനന്തരാവകാശി ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിൽ ആകുകയാണ് ചെയ്യുന്നത്. ഈ രണ്ടു നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അപ്പം ഈ രണ്ട് നിയമങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ദത്തവകാശ നിരോധന നിയമവും, രണ്ടെന്താണ്? സൈനിക സഹായ വ്യവസ്ഥ. ഈ രണ്ട് നിയമങ്ങളിലൂടെയും ബ്രിട്ടീഷുകാർ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ അധീനതയിലാക്കി. ദുർഭരണം ആരോപിച്ച് എന്ത് ചെയ്തു? അവധ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അവധ് എന്ന് പറയുന്ന നാട്ടുരാജ്യം അഥവാ ഔധ് എന്ന് പറയുന്ന നാട്ടുരാജ്യം എങ്ങനെയാണ് കൂട്ടിച്ചേർത്തത്? ദുർഭരണം ആരോപിച്ചാണ് കൂട്ടിച്ചേർത്തത്. ഇനി 1857 വിപ്ലവത്തിലേക്ക് നയിച്ച മറ്റൊരു കാരണം നോക്കാം. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശഭരണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവറുണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിനു മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നും ഉണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിലുണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബാരക്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു. മംഗൾ പാണ്ഡെ ആണ് ഇതിനെതിരെ എന്ത് ചെയ്തത്? ആദ്യമായി പ്രതികരിച്ച സൈനികൻ. അദ്ദേഹം എവിടെ നിന്നായിരുന്നു? ബാരക്പൂരിൽ നിന്നായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 8 ഏപ്രിൽ 8 എന്ത് ചെയ്തത്? തൂക്കിലേറ്റിയത് മംഗൾ പാണ്ഡെ. 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. 1857 കലാപം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹാദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ആരെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്? ബഹാദൂർ ഷാ രണ്ടാമനെയാണ് എന്ത് ചെയ്തത്? ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. പക്ഷെ എന്ത് ചെയ്തു? ഈ വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? അടിച്ചമർത്തുകയാണ് ചെയ്തത്. വെറും മാസങ്ങൾ കൊണ്ട് തന്നെ അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ പേരെ പീരങ്കി ഉണ്ടയ്ക്ക് ഇരയാക്കി. അനേകായിരങ്ങളെ വഴിമരക്കമ്പുകളിൽ ജീവനോടെ തലകീഴായി കെട്ടിത്തൂക്കി. അവധിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേർ സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു.
കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു. കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഓരോ സ്ഥലങ്ങളും, കലാപം നടന്ന സ്ഥലങ്ങളും ആ കലാപത്തിന് നേതൃത്വം നൽകിയ ആളുകളും നമുക്ക് നോക്കാം. 1857 കലാപവും നടന്ന സ്ഥലവും അതിന് നേതൃത്വം നൽകിയവരും. ഡൽഹിയിലെ നേതൃത്വം നൽകിയ ആളാണ് ബഹദൂർ ഷാ രണ്ടാമനാണ്. പിന്നെ ആരാണ്? ജനറൽ ഭക്ത് ഖാനും ഉണ്ടായിരുന്നു. സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ആരെയാണ് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാട് കടത്തിയ ആളാണ് ആര്? ബഹദൂർ ഷാ രണ്ടാമൻ. ഇനി ജനറൽ ഭക്ത് ഖാന്റെ സവിശേഷത എന്താണ്? ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറലാണ് ജനറൽ ഭക്ത് ഖാൻ. അടുത്തത് ഝാൻസിയിലെ കലാപം നടത്തിയത് ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. റാണി ലക്ഷ്മിബായിയുടെ സവിശേഷത ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയാണ്. നാനാ സാഹിബിന്റെ സവിശേഷത എന്താണ്? മറാത്ത ഭരണാധികാരിയാണ്. താന്തിയ തോപ്പിയോ? നാനാ സാഹിബിന്റെ സൈനിക തലവൻ. പിന്നെന്താണ്? ഗറില്ല യുദ്ധമുറകളും പ്രയോഗിച്ചിരുന്നു. ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. സവിശേഷത എന്താണ്? അവധിലെ ഭരണാധികാരിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാറിലെ ആരയിൽ ആരാണ് നേതൃത്വം നൽകിയത്? കൻവർ സിംഗ് ആണ്. കൻവർ സിംഗിന്റെ പ്രത്യേകത എന്താണ്? ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു കൻവർ സിംഗ്. ഈ ബോക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അതുകൊണ്ട് അത് പഠിച്ചു വെക്കുക. 1857 കലാപത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ആ പരിമിതികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്ന്, കലാപം ഉത്തരേന്ത്യയിൽ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘടനാ മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിൽക്കുകയുണ്ടായി. ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഈ കലാപം 1857 കലാപം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങളാണത്. 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യാ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. എങ്ങനെയെല്ലാമാണ് അവ സ്വാധീനം ചെലുത്തിയെന്ന് നോക്കാം. ഒന്ന്, ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. 2, ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. അപ്പം 1857 കലാപത്തിന്റെ റിസൾട്ട്സ് ആണ് ഈ പറയുന്നത്. ഒന്നെന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായി ഈ 1857 കലാപം. രണ്ടെന്താണ്? ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി ഇന്ത്യയുടെ ഭരണം. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഗവർണർ ജനറൽ എന്ന പദവിക്ക് പകരം പുതിയതായി വന്ന ഒരു പദവിയാണത് വൈസ്രോയി എന്ന പദവി. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് പ്രചോദനമായി. പിൽക്കാലത്തുള്ള ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് ഈ 1857 വിപ്ലവം പ്രചോദനമായി. അടുത്തത് 1857 സിനിമയും സാഹിത്യവും നോക്കാം. മോഹൻ സിൻഹയുടെ 1857 കേതൻ മേത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ് ലയൺ, അതെന്താണ്? ഒരു സിനിമയാണ് കേട്ടോ. ആരാണ്? മോഹൻ സിൻഹയുടെയാണ് 1857 കേതൻ മേത്തെ സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക, ദ ക്യൂൻ ഓഫ് ഝാൻസി എന്നീ ചലച്ചിത്രങ്ങൾ 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടവയാണ്. മഹാശ്വേതാദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകളും 1857 കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടവയാണ്. ഇപ്പം 2 നോവലുകളുണ്ട്. മഹാശ്വേതാദേവിയുടെ നോവലാണ് എന്ത്? ഝാൻസി റാണിയും മലയാറ്റൂർ രാമകൃഷ്ണന്റെ നോവലാണ് അമൃതം തേടി. ഇത് രണ്ടും എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? 1857 കലാപമാണ് പശ്ചാത്തലമാക്കിയുള്ള 2 നോവലുകളാണ്. ഒന്ന് എന്താണ്?
മഹാശ്വേതാദേവിയുടെ ഝാൻസി റാണിയും 2 മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അമൃതം തേടിയും. അതുപോലെ 2 സിനിമകളുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? കേതൻ മേത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റേസിംഗും പിന്നെന്താ ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി. ഇത് 2 1857 കലാപത്തെ പശ്ചാത്തലമാക്കിയിട്ടുള്ള സിനിമകൾ. ഈ ചാപ്റ്റർ ഇത്രയാണുള്ളത്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നുണ്ട്. നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.